വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഭട്ടൂര. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 kg മൈദ, തൈര്, പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ്, ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാം. പിന്നെ ഇളം ചൂടുള്ള വെള്ളവുമാണ് വേണ്ടത്. ആദ്യം നമുക്ക് മൈദ കുഴക്കാൻ ആവശ്യമുള്ള ലായനി ഉണ്ടാക്കാം. 500 ഗ്രാം മൈദക്ക് 2 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഈസ്റ്റ്, ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതൊരു 5-10 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈ സമയത്ത് കുറച്ച് തൈരിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡയാണെങ്കിൽ 1/4 സ്പൂൺ മതി. ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് 1/2 kg മൈദ എടുത്ത് ഈ 2 മിക്സും കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ഒക്കെ ആഡ് ചെയ്യാം. അതിനുശേഷം 5 മണിക്കൂർ മാക്സിമം 5 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഇത് നല്ലോണം ഒരു റൗണ്ട് ഷേപ്പിലാക്കി ഇതിലേക്ക് ഓയിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. 5 മണിക്കൂറിന് ശേഷം ഇത് ഫെർമെൻ്റായി നമ്മളിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമ്മളേതായ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ടിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഈ റൗണ്ട് കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് പ്രസ്സിലും പരത്താം, മറ്റേ സ്റ്റിക്ക് ഉപയോഗിച്ചും പരത്താം. ഞാനിവിടെ പ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനോടൊപ്പം തന്നെ സ്റ്റൗ ഓണാക്കാം. കുറച്ച് ഓയിൽ ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് മുങ്ങിപ്പൊരിയണം, അതിന് വേണ്ടിയുള്ള ഓയിൽ എടുക്കണം. നന്നായിട്ട് ചൂടാവും വേണം. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇത് കുറച്ച് കനത്തിൽ പരത്തിയെടുക്കണം, എങ്കിലേ നന്നായിട്ട് പൊന്തി വരുള്ളൂ. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്കിത് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഓയിലിലിട്ട് പൊരിച്ചെടുത്താൽ ഭട്ടൂരയായിട്ടും പത്തിരിക്കല്ലിലിട്ട് ചുട്ടെടുത്താൽ കുബൂസായിട്ടും ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ചുക്കയും ചിക്കൻ കടായിയും ഒക്കെ കൂട്ടി സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.